ഉമർ ഫൈസി കഴിഞ്ഞ ദിവസം മലപ്പുറം CPM-ന്റെ വഖഫ് സംരക്ഷണ റാലി എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ പരിപാടിയിൽ അദ്ദേഹം നടത്തിയ സംസാരം വാസ്തവവിരുദ്ധവും അതോടൊപ്പം തന്നെ വർഗീയ പ്രചരണങ്ങൾക്ക് ഇടയാക്കുന്നതുമായ പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ CPM-നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സ്ത്രീകൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ മത്സരിച്ചു എന്ന് പറഞ്ഞ് UDF-നെയും ലീഗിനെയും തിരുത്താൻ ശ്രമിച്ച ആളാണ് ഫൈസി. ഒരു പിഞ്ചുകുട്ടി സ്റ്റേജിന്റെ മുൻവശത്ത് വന്ന് സമ്മാനം വാങ്ങാൻ നോക്കിയ സമയത്ത് അതിനോട് അതിക്രൂരമായ രീതിയിലുള്ള സമീപനം സ്വീകരിച്ച പണ്ഡിതരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് ഫൈസി. അതോടൊപ്പം തന്നെ ചില സന്ദർഭങ്ങളിൽ അനിവാര്യമായ സമയങ്ങളിൽ വിളക്ക് കൊളുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കണിശമായ സമീപനം സ്വീകരിച്ച ഫൈസിയെ പോലെയുള്ള CPM-ന്റെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങേയറ്റം പിന്തിരിപ്പൻ സ്വഭാവമുള്ള ഒരു മതമേലധ്യക്ഷനെ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണോ അല്ലെങ്കിൽ മൂല്യച്യുതിയുടെ ഭാഗമാണോ? അതോടൊപ്പം തന്നെ ഫൈസിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, സാധാരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം കൃത്യമായി അവർക്ക് താല്പര്യമുള്ള അവർക്ക് അനുയോജ്യമായ ആളുകളെ ബോർഡുകളിൽ പുനഃസ്ഥാപിക്കുന്നതും പുനഃസംഘടിപ്പിക്കുന്നതും കേരളത്തിലെ ആദ്യത്തെ സംഭവമല്ല. പക്ഷേ കഴിഞ്ഞ LDF-ന്റെ ഗവൺമെന്റ് കാലത്ത് അവരുടെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിച്ച് അവരിൽ നിന്ന് കിട്ടിയ കസാര, ആ കസാര വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത ഫൈസി അത് സംരക്ഷിക്കാൻ നടത്തുന്ന ഈ നാടകത്തിന് എന്തിനാണ് സമുദായത്തെയും മതത്തെയും വലിച്ചിഴക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാറുള്ളത്. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ നിലപാട് വ്യക്തമാക്കിയതാണ്. ഏത് മതസംഘടനകളുടെയും അതിന്റെ പരമോന്നത ബോഡികൾ അതേ മതസംഘടനയുടെ നേതാക്കന്മാരും അതുമായി ബന്ധപ്പെട്ടവരുമാണ് നിയന്ത്രിക്കേണ്ടത് എന്നുള്ളത്. അത് വഖഫ് ബോർഡിന്റെ കാര്യത്തിലും UDF-ന്റെ നയം അത് തന്നെയാണ്. അവിടെ ഇല്ലാത്ത ആശങ്ക സൃഷ്ടിച്ച് തനിക്ക് കിട്ടിയ പദവി സംരക്ഷിക്കുവാനും തന്നെ അതിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമം മറുഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന് കരുതുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സമുദായത്തെയും സമുദായ സംഘടനയെയും ഉപയോഗപ്പെടുത്തുന്നത് തനി വർഗീയതയാണ്. ആ വർഗീയ പ്രചരണങ്ങൾക്ക് ഫൗസി നേതൃത്വം കൊടുക്കുന്നത് ഒട്ടും ശരിയല്ല. അദ്ദേഹം അതിൽ നിന്ന് പിന്മാറും. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അധികാര ഭ്രാന്ത് മൂത്ത് എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. അദ്ദേഹം സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ തന്നെ പുതിയ നിയമപ്രകാരം വഖഫ് പുനഃസംഘടിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് തടസ്സമില്ല എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെ അദ്ദേഹം CPM-ന്റെ വേദിയിൽ വന്ന് അവിടെ അമുസ്ലിങ്ങളായ ആളുകളെ കയറ്റിയാലും ഫൈസിയെയും ഹംസയെയും മാറ്റണമെന്നാണ് UDF പറയുന്നത് എന്ന് പറയുമ്പോൾ താൻ സുപ്രീം കോടതിയിൽ കൊടുത്ത അഭിപ്രായത്തിൽ നിന്ന് അഫിഡവിറ്റിൽ നിന്ന് മലക്കം പറയുകയാണ്. അതിന് RSS-നെ കൂട്ടുപിടിക്കുകയാണ്. അപ്പോ ഈ സമൂഹത്തിൽ വർഗീയതയും ചേർതിരിവും കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഫൈസി നടത്തുന്നത്. ഇത് അപകടകരമായ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു, UDF-ന്റെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് വഖഫ് ബോർഡായാലും ദേവസ്വം ബോർഡായാലും ഏത് മതവിഭാഗത്തിന്റെ സ്ഥാപനങ്ങളായാലും അവിടെ ഏത് മതസ്ഥാപനങ്ങളാണോ അല്ലെങ്കിൽ ഏത് മതവിഭാഗത്തിലെ ആളുകളാണോ വേണ്ടത് അവരെ മാത്രം നിലനിർത്തുക എന്നുള്ളതാണ്. മറ്റു മതത്തിലുള്ള ആളുകളെ അവിടെ കുടിയിരുത്തുക എന്നുള്ളത് ഞങ്ങളുടെ അജണ്ടയല്ല. UDF-നെതിരായിട്ട് ഈ കുപ്രചരണം, ഈ നുണപ്രചരണം ഒരു മതപൗരോഹിതന്റെ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിനും പദവിക്കും യോഗ്യമല്ലാത്ത ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഇത്തരം പദവികൾ ഒഴിയുന്നതാണ് ഏറ്റവും മികച്ചത് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഫൈസിയുടെ ഈ വിഭജന രാഷ്ട്രീയവും വർഗീയ രാഷ്ട്രീയവും ഒന്നും UDF ഗവൺമെന്റിനെ
ഒരു തരത്തിലും ഭയപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല യഥാർത്ഥ സെക്യുലർ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വഖഫ് ബോർഡിലെ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇച്ഛാശക്തി ഈ ഗവൺമെന്റിനുണ്ട്. CPM ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഏത് തരത്തിലുള്ള കളവും വർഗീയ പ്രചരണം നടത്തുന്ന ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ തീക്കളി അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഡിവൈഎഫ്ഐയുടെ പുതിയ നേതൃത്വത്തോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, സ്ത്രീകളോട് അങ്ങേയറ്റം പിന്തിരിപ്പൻ സമീപനം സ്വീകരിക്കുന്ന ഫൈസിയെ നിങ്ങൾ നേതാവാക്കിയും നിങ്ങളുടെ പൊതുയോഗങ്ങൾ പ്രസംഗിപ്പിച്ചും നിങ്ങളുടെ പാർട്ടി വേദികൾ പ്രസംഗിപ്പിച്ചും നിങ്ങളുടെ വഖഫിലെ നോമിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ഡിവൈഎഫ്ഐ വ്യക്തമാക്കണമെന്നും കൂടി പറയാൻ ആഗ്രഹിക്കുക.